ഹേ ഗായ്സ്, അങ്ങനെ 2026 T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8 നിന്ന് പുറത്താകുന്ന ആദ്യ രാജ്യമായി ശ്രീലങ്ക മാറിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടിൻ്റെ നാസിർ ഹുസൈൻ പറഞ്ഞത് ഈ വേൾഡ് കപ്പിൽ ഒരു സബ് കോണ്ടിനെൻ്റൽ നേഷൻ പോലും സെമി ഫൈനൽ പോലും കിടക്കലാണ്. ആകെ അവശേഷിക്കുന്നത് പാകിസ്ഥാൻ, ഇന്ത്യ. രണ്ടിൻ്റെ അവസ്ഥ കയ്യലപ്പത് തേങ്ങി. കുറച്ചെങ്കിലും ചാൻസ് ഉള്ളത് ഇന്ത്യക്കാണ്. കാരണം പാകിസ്ഥാൻ ഏറെക്കുറെ ഔട്ടായി കഴിഞ്ഞു. ഇത്തവണ എന്താണ് പറ്റിയത് എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം വേൾഡ് കപ്പ് നടക്കുന്നത് സബ് കോണ്ടിനെൻ്റൽ നേഷനിലാണ്. പക്ഷേ ICCയുടെ പിച്ചൊരുക്കൽ 100-ൽ 100 മാർക്ക്. ശ്രീലങ്ക 10 മിസ്റ്റേക്ക് പിന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ തവണ ഈ സൂപ്പർ ലീഗിൽ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ടോസ് കിട്ടിയത് ശ്രീലങ്കയ്ക്കാണ്, പക്ഷേ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗ് നയിക്കുന്നു. ഇത്തവണയും ടോസ് കിട്ടിയത് ശ്രീലങ്കയ്ക്കാണ്, പക്ഷേ ന്യൂസിലൻഡിനെ പിന്നെ ബാറ്റിംഗ് നയിക്കുന്നു. ന്യൂസിലൻഡ് ഒരു 180 എന്നുള്ള പാറിന് പകരം സ്കോർ ചെയ്തത് 168ആണ്. പക്ഷേ ശ്രീലങ്ക നന്നായി തന്നെ പന്തെറിഞ്ഞ് അവസാനം 6ാം വിക്കറ്റ് പാർട്ണർഷിപ്പിൽ സാട്ട്നറും ജിമ്മി നിഷത്തിന് പകരം വന്ന പുതിയ പ്ലെയറുകളും നേടിയ ആ ഒരു പാർട്ണർഷിപ്പ് അത് ശ്രീലങ്കയെ വളരെ വട്ടം കറക്കി. എന്നിരുന്നാലും ശ്രീലങ്കയുടെ ഈ ബാറ്റിംഗ് പെർഫോമൻസ് സത്യം പറഞ്ഞാൽ അത്ഭുതകരമായി തോന്നുകയാണ്. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെ മികച്ച രീതിയിലാണ് ശ്രീലങ്ക കളിച്ചു വന്നത്. പക്ഷേ സൂപ്പർ ലീഗിലേക്ക് എത്തിയപ്പോൾ ഫോറിൻ നേഷൻസ് ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് രണ്ടുപേരും സ്പിന്നിനെതിരെ കളിക്കാൻ പാടുള്ള രാജ്യം, നല്ല വലിയ സ്പിന്നേഴ്സ് ഇല്ലാത്ത രാജ്യം. എന്നിട്ട് എങ്ങനെയാണ് ഇവർ ഈ സബ് കോണ്ടിനെൻ്റൽ നേഷൻസിനെ തകർക്കുക എന്നുള്ളത് അത്ഭുതകരമാണ്. ശ്രീലങ്കയുടെ പെർഫോമൻസ് വളരെ വളരെ മോശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 107 റൺസാണ് മറുപടിക്ക് ശ്രീലങ്കയ്ക്ക് എടുക്കാൻ സാധിച്ചത്. അതും 20 ഓവർ. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ആരും തന്നെ അങ്ങനെ വലിയ പെർഫോമൻസ് നടത്തിയിട്ടില്ല. നല്ലൊരു തുടക്കം ഫിൻലാൻഡ് ന്യൂസിലൻഡിന് കൊടുത്തെങ്കിലും പിന്നീട് തുടരെ വിക്കറ്റുകൾ പോയി. പക്ഷേ ആ ഒരു പാർട്ട്ണർഷിപ്പ്, എനിക്കിപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ശ്രീലങ്കയുടെ ചേസ് എടുക്കുമായിരുന്നു എന്ന്. എനിക്ക് തോന്നുന്നത് ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് 2-ൽ നിന്നും ഇംഗ്ലണ്ടും ന്യൂസിലൻഡും അനായാസം, ന്യൂസിലൻഡിൻ്റെ ഇപ്പം റൺ റേറ്റ് +30-50 ആണ്, ഇംഗ്ലണ്ടിൻ്റെ +1. അവർ ഒരു മത്സരം മിസ്സായതുകൊണ്ട് ന്യൂസിലൻഡിന് 3 പോയിൻ്റ് ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ സെമിയിലേക്ക് കിടക്കുക എന്നുള്ളത് അത്ഭുതകരമായിരിക്കും. കാരണം ന്യൂസിലൻഡിനെ ഇംഗ്ലണ്ട് തോൽപ്പിക്കണം, പാകിസ്ഥാൻ ശ്രീലങ്കയും തോൽപ്പിക്കണം. അത് പാകിസ്ഥാൻ ഇച്ചിരി നല്ല ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സെമിയിൽ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ടീം ഇംഗ്ലണ്ട് ആയിരിക്കും. കാരണം ഇംഗ്ലണ്ട് വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരത്തിൽ ഞാൻ ഇംഗ്ലണ്ട് തന്നെയായിരിക്കും ചാൻസ് കൊടുക്കുക. അത്ഭുതം തന്നെ. നാളത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക, ശേഷം സിംബാബ്വെ വേഴ്സസ് ഇന്ത്യ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നാളെ കാണാം. ഗുഡ് ബൈ.